കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ നിന്നും 2 തരം ശിക്ഷകൾ. ദൈവം 2 ശിക്ഷകൾ അയക്കും. ഒന്നാമത്തേത് യുദ്ധങ്ങളുടെയും വിപ്ലവങ്ങളുടെയും മറ്റ് തിന്മകളുടെയും രൂപത്തിലായിരിക്കും. രണ്ടാമത്തെ ശിക്ഷ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെടുന്ന 3 ദിവസത്തെ അന്ധകാരമായിരിക്കും. അത് സംഭവിക്കുക എൻ്റെ പരമപരിശുദ്ധ കൂദാശകളുടെയും കുരിശുമരണത്തിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും ദിനങ്ങളായ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിരിക്കും. ആ 3 ദിവസങ്ങളിൽ ഭൂമി അന്ധകാരത്താൽ മൂടപ്പെടും. നരകം ഭൂമിയിൽ തുറന്നു വിടപ്പെടുകയും ചെയ്യും. വിശ്വാസമോ എൻ്റെ ശക്തിയിൽ ശരണമോ ഇല്ലാത്തവർ ഭയം കൊണ്ട് മരിക്കത്തക്ക വിധം ഇടിയും മിന്നലും സംഭവിക്കും. അതിഭയാനകമായ ആ അന്ധകാരത്തിൻ്റെ ദിവസങ്ങളിൽ ജനാലകൾ ഒന്നും തന്നെ തുറക്കരുത്. കാരണം ആ ദിവസങ്ങളിലെ ഭൂമിയെയും അതിൻ്റെ ഭീതിദമായ നിറപ്പകർച്ചയെയും കണ്ടുകൊണ്ട് നിൽക്കാൻ ആർക്കും സാധിക്കുകയില്ല. വിധിയുടെ പ്രഹരമേറ്റ് ഭൂമി പ്രകമ്പനം കൊള്ളുകയും ഭയം അധികമാകുകയും ചെയ്യും. ശിക്ഷയുടെ ആ ദിവസങ്ങളിൽ ആകാശം അഗ്നിയാൽ കത്തിജ്വലിക്കും. ഭൂമി പിളർന്നു മാറും. അഭയകേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള ഒരാൾ പോലും അതിനെ അതിജീവിക്കുകയില്ല. ഇപ്പോൾ വിലാപത്തിൻ്റെ ആ നാളുകളിൽ അനേകം ഭൂകമ്പങ്ങളെക്കാൾ ശക്തമായൊരു ഭൂകമ്പം സംഭവിക്കും. ആശീർവദിച്ച മെഴുകുതിരികൾ സ്ഥാപിച്ചിരിക്കുന്ന പീഠങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ വസ്തുക്കളും ആ ഭൂകമ്പത്തിൽ ഇളകും. അന്ധകാരത്തിൻ്റെ വേളയിൽ ദുഷ്ടപിശാചുക്കൾ വൃത്തികെട്ട രൂപങ്ങൾ ധരിച്ച് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. രക്തം ഒഴുകുന്നതുപോലെ ചുവന്ന മേഘങ്ങൾ ആകാശത്തിൽ കാണപ്പെടും. ഇടിമുഴക്കം ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുകയും മിന്നൽ അപ്രതീക്ഷിതമായി ആകാശത്തെ പ്രഹരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകുകയും സമുദ്രം ഉയരുകയും അതിൻ്റെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ഭൂഖണ്ഡങ്ങളുടെ മേൽ പതിക്കുകയും ചെയ്യും. ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും സാത്താൻ ഓടി നടക്കുന്നതിൻ്റെ അലർച്ചകൾ നിങ്ങൾ കേൾക്കും. ലൂസിഫറിൻ്റെ ശബ്ദം തന്നെ. നിങ്ങൾ ഈ അടയാളങ്ങൾ സഭയിലും കാണും. സഭാനിയമങ്ങൾ ലംഘിക്കുന്നത്, വ്യാജമായ ആരാധന, ദൈവാലയങ്ങളിലെ വണക്കക്കുറവായ പെരുമാറ്റവും ദൈവാലയങ്ങൾക്ക് ചേരാത്ത തരത്തിലുള്ള അശുദ്ധമായ വസ്ത്രധാരണവും, പള്ളിയിൽ വരുന്നവരുടെ എണ്ണത്തിലുള്ള ഇടിവ്, അടച്ചുപൂട്ടപ്പെടുന്ന ദൈവാലയങ്ങൾ, വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന പള്ളികൾ, നിസ്സംഗത, ഭിന്നത, കലഹങ്ങൾ, ദൈവഭയമില്ലായ്മ, ദൈവത്തിനെതിരെ മറുതലിക്കുന്നത്, സ്വന്തം അറിവിലുള്ള മനുഷ്യൻ്റെ അഹങ്കാരം തകരുന്ന കുടുംബബന്ധങ്ങൾ, അസാൻമാർഗികത, വ്യഭിചാരവും മ്ലേച്ഛമായ ഫാഷനുകളും ഇവയൊക്കെ നിങ്ങൾ കാണും. തിന്നാനും കുടിക്കാനും നൃത്തം ചെയ്യാനും മറ്റു വിധത്തിലുള്ള സുഖങ്ങൾ നുകരാനും മാത്രമേ മനുഷ്യർക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അധികാരത്തെ നിന്ദിക്കാൻ ഭരണകൂടങ്ങളുടെ പതനം, ഉയർന്ന തലങ്ങളിലുള്ള ആശയക്കുഴപ്പം, ആഭ്യന്തര യുദ്ധങ്ങൾ, വിപ്ലവങ്ങൾ എന്നിവ സംഭവിക്കും. പിന്നെ വെള്ളപ്പൊക്കങ്ങൾ, കൊടുങ്കാറ്റുകൾ, ഭൂകമ്പങ്ങൾ, ശക്തമായ തിരമാലകൾ, ക്ഷാമം, പകർച്ചവ്യാധികൾ, അജ്ഞാത രോഗങ്ങൾ എന്നിവയും വരാനിരിക്കുന്നു. അക്കാലത്തെ ഭൂമി നോഹയുടെ കാലത്തേതുപോലെയും സൊദോം ഗൊമോറയുടെ കാലത്തേതുപോലെയും ആയിരിക്കും. തങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കുകയും സത്യത്തിനു നേരെ തങ്ങളുടെ ചെവികൾ അടച്ചുവെക്കുകയും ചെയ്തതിനാൽ പാപികൾ അഗാധഗർത്തത്തിലേക്ക് നിപതിക്കും. അവർ എല്ലാവിധത്തിലുമുള്ള ജഡത്തിൻ്റെ സന്തോഷങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. ലോകമെങ്ങും എല്ലാ രാജ്യങ്ങളിലും പാപം ഒരു ജീവിതരീതിയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ നീതിയുടെ എല്ലാ പ്രതാപത്തോടും കൂടി ഉടൻ തന്നെ എഴുന്നേൽക്കും. ഞാൻ ഭൂമിയെയും പാപാവസ്ഥയിലുള്ള ആത്മാവിനെയും പ്രഹരിക്കും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ, ഈ ഭീകരതയുടെ പ്രളയത്തിനിടയിൽ നിങ്ങൾ എൻ്റെ കുരിശ്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, വഹിച്ചുകൊണ്ടിരിക്കും. സ്നേഹത്താലും കരുണയാലും രക്ഷിക്കപ്പെടേണ്ടതിനായി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു. എൻ്റെ കുഞ്ഞെ, ഈ ത്രിദിനാന്ധകാരം പുറപ്പെട്ട് പുസ്തകത്തിലെ 7 മഹാമാരികളുമായും യോഹന്നാൻ്റെ വെളിപാട് പുസ്തകത്തിലെ ദർശനങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിലെ 5ഉം 6ഉം മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വാഭാവികമായ അന്ധകാരമാകുന്ന മഹാമാരി ത്രിദിനാന്ധകാരത്തിൻ്റെ അടയാളമായി കാണപ്പെടുന്നു. ത്രിദിനാന്ധകാരം. 3 ദിവസത്തെ അന്ധകാരത്തെക്കുറിച്ചും ആ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇത് ഒരു സ്വകാര്യ വെളിപാടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരിൽ ചുരുക്കം ചിലർക്ക് മാത്രം വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ആ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ഇരുട്ടിലായിരിക്കും. ആ സമയത്ത് ദുഷ്ടാരൂപികൾ ഭൂമിയിലെങ്ങും കറങ്ങി നടക്കുകയും വലിയ നാശത്തിനും മനുഷ്യരുടെ സഹനത്തിനും കാരണമാവുകയും ചെയ്യും. എല്ലാവരും ഭവനങ്ങളിൽ തന്നെ ആയിരിക്കട്ടെ. ആ സമയത്ത് ഒരു വലിയ ശുദ്ധീകരണം സംഭവിക്കും. അപ്പോൾ ആത്മീയമായി തങ്ങളെ തന്നെ ഒരുക്കിയിട്ടുള്ളവർ സംരക്ഷിക്കപ്പെടും. അങ്ങനെ ഒരുങ്ങാത്തവർക്ക് കൊടിയ സഹനം ഉണ്ടാകും. ആ 3 ദിവസങ്ങളിൽ ഒന്നും തന്നെ ദൃശ്യമായിരിക്കുകയില്ല. മഹാമാരിയെ
വഹിച്ചുകൊണ്ടുവരുന്ന വായു അനേകരുടെ ജീവൻ അപഹരിക്കും. അതിൽ എൻ്റെ മതത്തിൻ്റെ ശത്രുക്കളും ഉൾപ്പെടും. ആശീർവദിച്ച മെഴുകുതിരികളല്ലാതെ മനുഷ്യനിർമ്മിതമായ മറ്റൊരു വെളിച്ചവും ആ നാളുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. സർവ്വലോകത്തെയും ബാധിക്കുന്ന ഈ അന്ധകാരത്തിൻ്റെ 3 ദിവസങ്ങളിൽ കർത്താവ് ഉടനെ തന്നെ മാനസാന്തരപ്പെടുത്തുന്ന ചുരുക്കം ചിലരൊഴികെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സഭയുടെ എല്ലാ ശത്രുക്കളും നശിക്കും. അന്തരീക്ഷത്തിലെങ്ങും ദുഷ്ടാരൂപികൾ വ്യാപിക്കും. അവ വൃത്തികെട്ട പല രൂപങ്ങളും പ്രത്യക്ഷപ്പെടും. എൻ്റെ കുഞ്ഞെ, ഇത് അറിഞ്ഞിരിക്കുക. മുൻകൂട്ടി അറിയിക്കാതെ ദൈവം ഒരിക്കലും മനുഷ്യരെയോ തൻ്റെ ഏതെങ്കിലും സൃഷ്ടികളെയോ ശിക്ഷിക്കുന്നില്ല. ക്രിസ്ത്യാനികൾക്കോ ദൈവത്തിൻ്റെ ജനത്തിനോ പ്രത്യാശ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയം വരുമ്പോൾ ഒരു മഹാത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം തന്നെ നിർബന്ധിക്കും. അതിനെയാണ് ചില പ്രവാചകർ ഭയാനകമായ സംഭവം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ എല്ലാവരെയും ഭയപ്പെടുത്തുമെങ്കിലും സത്യമായും വിശുദ്ധരായവർക്ക് ഇവ കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. പിന്നെയോ ഇവയെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷയുടെ സമാപനം കുറിക്കുന്നു എന്നറിഞ്ഞ് നാം ആശ്വാസം കൊള്ളണം. മുൻകാലങ്ങളിൽ നിന്റെ സഹോദരരോട് പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം നിന്നോടും ഞാൻ പറയുന്നു. വരാനിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ദിനങ്ങൾക്കായി നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതിനു വേണ്ടിയാണ്. ആ ദിവസങ്ങളിൽ ശൈത്യം അതികഠിനമായിരിക്കും. കാറ്റ് ആഞ്ഞു വീശും. ഇടിമിന്നലും അതിനെ തുടർന്നുണ്ടാകുന്ന ഇടിമുഴക്കവും കേൾക്കുമ്പോൾ എല്ലാ വാതിലുകളും ജനാലുകളും അടയ്ക്കുക. വീട്ടിനു പുറത്തുള്ള ഒരാളോട് പോലും സംസാരിക്കരുത്. ഭൂകമ്പം സംഭവിക്കുമ്പോൾ പുറത്തേക്ക് നോക്കരുത്. കാരണം ദൈവത്തിൻ്റെ ക്രോധം പരിശുദ്ധമാണ്. ഈ ഉപദേശം നിരസിക്കുന്നവർ ഉടനടി കൊല്ലപ്പെടും. കാറ്റ് അതിനോടൊപ്പം വിഷവാതകങ്ങൾ കൊണ്ടുവരികയും ഭൂമിയെ ആവരണം ചെയ്യുകയും ചെയ്യും. നിഷ്കളങ്കരായിരിക്കെ സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്നവർ രക്തസാക്ഷികളായിരിക്കും. അവർ എൻ്റെ രാജ്യത്തിൽ എന്നോടൊത്തായിരിക്കുകയും ചെയ്യും. ആ ദിവസങ്ങളിൽ അവർ വിജയിക്കും. 3 രാത്രികൾക്ക് ശേഷം ഭൂകമ്പവും അഗ്നിയും ശമിക്കും. ത്രിദിനാന്തകാരത്തിനായി ഒരുങ്ങുക. നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള വഴികൾ ഇവയൊക്കെയാണ്. പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുക, അതായത് പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുകയും അവയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിഹാരം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കും. വ്യക്തിപരമായി എന്നെ നിങ്ങളുടെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുക. രക്ഷ പ്രാപിക്കാനും നിത്യജീവനിലേക്ക് പ്രവേശിക്കാനും വേണ്ടി നിങ്ങളുടെ മുഴുവൻ ശരണവും എന്നിൽ അർപ്പിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുക. എല്ലായ്പ്പോഴും വരപ്രസാദാവസ്ഥയിലായിരിക്കുക. എല്ലാ ദിവസവും നിങ്ങളെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുക. പിശാചിൻ്റെ മേൽ പൂർണ്ണമായും ആധികാരികമായും വിജയം നേടുന്നത് അവളാണ്. ഈ അന്ത്യനാളുകളിൽ നിങ്ങൾക്ക് സംരക്ഷണത്തിനുള്ള മാർഗവും നിങ്ങളുടെ ജീവിതത്തിന് പോഷണവുമായി എൻ്റെ പിതാവ് നൽകിയിരിക്കുന്നതും അവളെയാണ്. ഇടയ്ക്കിടെ അരൂപിയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും മനസ്താപ പ്രകടനം ചൊല്ലുകയും ചെയ്യുക. ലിയോ 14 ലാമൻ പാപ്പ രചിച്ച മിഖായേൽ മാലാഖയുള്ള പ്രാർത്ഥന ചൊല്ലുകയും നിങ്ങളുടെ സഹനങ്ങളെയും പ്രാർത്ഥനാപൂർവം സഭയുടെ നവീകരണത്തിനായി കാഴ്ചവെക്കുകയും ചെയ്യുക. എല്ലാ ദിവസവും പരിഹാര പ്രവൃത്തികൾ ചെയ്യുകയും ജപമാല ചൊല്ലുകയും ചെയ്യുക. എല്ലാ ജനലുകളും ഭദ്രമായി അടയ്ക്കുക. പുറത്തേക്ക് നോക്കാതിരിക്കുക. ഒരു ആശീർവദിച്ച മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. അനേക ദിവസങ്ങളിലേക്ക് ആ ഒരു മെഴുകുതിരി മതിയാകും. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുകയും കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് കരുണ ജപമാല ചൊല്ലുകയും ചെയ്യുക. അനേക ആത്മാക്കളെ രക്ഷിക്കാനായി പരിത്യാഗം ചെയ്ത് കാഴ്ചവെക്കുകയോ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയോ ചെയ്യുക. വീടിന് പുറത്തേക്ക് പോകരുത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കരുതി വയ്ക്കുക. പ്രകൃതിശക്തികൾ ഇളകുകയും അഗ്നിമഴ മനുഷ്യരെ ഭയം കൊണ്ട് വിറകൊള്ളിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. വാതിലുകളിൽ നിന്നും ജനാലകളിൽ നിന്നും അകന്നു നിൽക്കുക. യാതൊരു കാരണവശാലും പുറത്തേക്ക് നോക്കുകയോ പുറത്തു പോവുകയോ ചെയ്യരുത്. പുറത്തുനിന്ന് വിളിക്കുന്ന ആരുമായും സംസാരിക്കാൻ നിൽക്കരുത്. കാരണം അഭയകേന്ദ്രങ്ങൾക്കുള്ളിൽ സുരക്ഷിതരായിരിക്കുന്നവരെ വശീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനായി ദുഷ്ടാരൂപികൾ വഞ്ചനാപരമായി മറ്റുള്ളവരുടെ ശബ്ദം അനുകരിച്ച് നിങ്ങളെ വിളിക്കും. പുറത്തേക്ക് നോക്കുകയോ പുറത്തു പോവുകയോ ചെയ്യുന്ന ഏതൊരാളും ഉടനടി കൊല്ലപ്പെടും. വെഞ്ചരിച്ച് മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് പ്രകാശം കിട്ടാൻ ഇത് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. എന്നാൽ ഇവ ദൈവഭയമില്ലാത്തവരുടെയും പാപികളുടെയും ഭവനങ്ങളിൽ കത്തുകയില്ല. വിശ്വാസികളുടെ ഭവനങ്ങളിൽ ഒരിക്കൽ കത്തിച്ചാൽ അത് പിന്നെ ഒരിക്കലും അണഞ്ഞു പോവുകയുമില്ല. ഹന്നാൻ വെള്ളം വീട്ടിനുള്ളിൽ സമൃദ്ധമായി തളിച്ചുകൊണ്ട് നിങ്ങളെ തന്നെയും മറ്റുള്ളവരെയും ആശീർവദിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും എൻ്റെ അമ്മയുടെ മധ്യസ്ഥം യാചിക്കുകയും ചെയ്യുക. വരപ്രസാദാവസ്ഥയിലായിരിക്കുകയും എൻ്റെ അമ്മയുടെ സംരക്ഷണം അപേക്ഷിക്കുകയും
വിശുദ്ധരുടെയും മാലാഖമാരുടെയും മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയുന്നു. ഇത് സംഭവിക്കുമ്പോൾ യാത്രയിലായിരിക്കുകയും അഭേദ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസാദവരാസ്ഥരായിരിക്കുകയും പിതാവായ ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ രക്തസാക്ഷികളായി മരിക്കുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ചില കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ദൈവം തീരുമാനിക്കുന്ന മറ്റു ചിലരും നേരത്തെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അത് അവരെ ആ ദിവസങ്ങളുടെ ഭീകരതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അത്രേ. അതുകൊണ്ട് എൻ്റെ മക്കളെ, ഭയപ്പെടാതിരിക്കുക. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതിരിക്കുന്നതും ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വെളിപ്പെടുത്തി തന്നിട്ടുള്ള സമയത്തിലേക്കും അടയാളങ്ങളിലേക്കും നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അനേകർ അതുവഴിയായി കഴുകി വെടിപ്പാക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും നിർമ്മലരാക്കപ്പെടുകയും ചെയ്യും. നിങ്ങളിൽ ആരെല്ലാം തൻ്റെ വചനമനുസരിക്കും എന്ന് കണ്ടറിയാനായി എൻ്റെ പിതാവ് നിങ്ങളെ എല്ലാവരെയും പരീക്ഷിക്കുകയാണ്. എന്നാൽ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ദുഷ്ടരാരും ഈ സത്യങ്ങൾ ഗ്രഹിക്കുകയില്ല, എന്നാൽ ജ്ഞാനികൾ ഗ്രഹിക്കും.